ഇത് കടച്ചക്ക. ഞങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെ കടച്ചക്ക എന്നാണ് പറയുക. കാണാൻ ചക്കയുടെ ഒരു രൂപസാദൃശ്യം ഉണ്ടെങ്കിലും ടേസ്റ്റ് അതിനേക്കാളും അടിപൊളിയാണ്. വറുത്തരച്ച് വെച്ച് കഴിഞ്ഞാൽ ബീഫും ചിക്കനും മട്ടനൊക്കെ അതിൻ്റെ താഴെ നിൽക്കും. അത്രയും അടിപൊളിയാണ്. മമ്മ ഇടയ്ക്ക് വെച്ച് തരാറുണ്ട്. ഇജു ഇവിടുന്ന് കുറേ നേരം കൊണ്ട് സപ്പോട്ട പറിക്കുന്നുണ്ട്. സാധാരണ നമുക്കിത് കഴിക്കാൻ കിട്ടാറില്ല. ഇതിന് വേറെയും കുറേ അവകാശികളുണ്ടേ. അവരാണ് ഇത് പറിച്ചുകൊണ്ട് പോവാറ്. എന്തായാലും കുറേ മൂത്തിരിക്കുന്നത് കണ്ടപ്പോൾ എന്തായാലും കുറച്ച് പറിക്കാമെന്ന് കരുതി അവനെ ഈ ഷീറ്റിൻ്റെ മേലെ കൂടെ കയറ്റി വിട്ടു. അതിൻ്റെ ഫ്രണ്ടിലതാ, ആ ഫ്രണ്ടിലെ കൊമ്പിക്ക് നേരത്തെ പറഞ്ഞില്ലേ, ആ കൊമ്പ്. മടി വേണ്ടല്ലോ, കൈമ കൊണ്ട് കിട്ടില്ല. ഇത്തിരി കൂടി മുന്നിലേക്ക് നിന്നാൽ കിട്ടും. ഉള്ളിൽ കുറേ എണ്ണം ഉണ്ട്. ബീഫിനകത്തേക്ക് മല്ലിപ്പൊടി, അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചൂടാക്കിയില്ലേ, അതിടുമ്പോഴാണ് ബീഫിന് ഒരു ബ്ലാക്കിഷ് കളർ കൊടുക്കുന്നത്. അതേപോലെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, ബാക്കി ഉപ്പ്, ഇതിൽ കാണുന്ന ചേരുവകളെല്ലാം ഇതിൻ്റെ അകത്ത് ചേർത്ത് ലാസ്റ്റ് കുറച്ച് വലിയ ജീരകം കൂടെ ചേർത്തതിന് ശേഷം അല്പം വെളിച്ചെണ്ണ കൂടെ ഇതിലൊഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കാണുന്ന ചേരുവകളെല്ലാം ചേർത്ത് ലാസ്റ്റ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് കഴിയുമ്പം കൈയൊക്കെ കുറച്ച് എരിവുണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. അത് കഴിക്കുമ്പം ആ ഉഷാറിൽ ഒന്നും അല്ലാണ്ടായിക്കോളും. ഈ വലിയ ഡയലോഗ് അടിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ ഇതൊന്നും ചെയ്യാൻ മെനക്കെടില്ല. കാരണം നമ്മളെ മെയിൻ ആശാമാർ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവുമല്ലോ, നമ്മളെ ഉമ്മമാർ. അവർ പിന്നെ നമുക്ക് എന്തുണ്ടാക്കി തരുമ്പോഴും അവർക്കൊരു വിഷമോ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടോ തോന്നില്ല. അടുപ്പിൽ വെച്ച ബീഫിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് അതൊന്ന് അടച്ച് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ നല്ല തിള വരും. സമയമായിട്ടില്ല, ഇനി ഒന്നും കൂടെ ഒന്ന് വറ്റട്ടെ. എന്നിട്ട് ഈ ഒരു പരുവാവും. അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി കോമ്പിനേഷൻ. ഗീ റൈസാണ് കേട്ടോ. പൊറോട്ട കിട്ടിയില്ല ഇത്തവണ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ, കണ്ടിട്ട് നല്ല അടിപൊളിയില്ലേ? കഴിക്കാൻ അതിനേക്കാൾ സൂപ്പറാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. അപ്പോൾ പിന്നെ കാണാം കേട്ടോ.